ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുമ്പിൾ. അതിനാവശ്യമായ 1 കിലോ അരിപ്പൊടി, കുറച്ച് ചക്ക, 1.5 തേങ്ങ ചിരകിയത്, 2 ഉണ്ട ശർക്കര, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ചുക്ക്, ഏലക്ക, ഉപ്പ്, നെയ്യ്, ഈസ്റ്റ്, തേങ്ങാവെള്ളം. ഉണ്ടശർക്കര പാനിയാക്കി എടുക്കാൻ വേണ്ടി നമ്മളൊരു പാനിൽ വെള്ളം വെച്ച് അതിൻ്റെ അകത്ത് ഉണ്ടശർക്കര പൊട്ടിച്ചിട്ട് അടുപ്പിൽ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ചുക്കും ഏലക്കായും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നല്ലവണ്ണം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടി ഇറക്കി വെക്കണം. ചക്ക നല്ലവണ്ണം അരിഞ്ഞെടുക്കണം. കത്തി വെച്ച് അരിഞ്ഞാലും മതി. ഞാനിപ്പോൾ ചോപ്പറിലാണ് അരിയുന്നത്. കുറേശ്ശെ ഇട്ട് നമ്മൾ ആ ചക്ക മുഴുവൻ അരിഞ്ഞ് മാറ്റി വെക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുടെ നെയ്ക്കകത്ത് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്ത് മാറ്റി വെച്ചു. ഒരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് പകുതി അരിപ്പൊടി ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ അലിയിപ്പിച്ച് വെച്ചേക്കുന്ന ശർക്കര പാനി അരിച്ചെടുത്ത് ഒഴിക്കണം. അലിയിപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ പൊടിയും അഴുക്കുമൊക്കെ കാണും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുത്തൊഴിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും തേങ്ങാവെള്ളവും ബാക്കിയിരിക്കുന്ന ശർക്കര പാനിയോടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. 2 നുള്ള ഈസ്റ്റ് ഇടുക. നമ്മളെടുത്ത ചക്ക ഫുള്ളായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന 1.5 മുറി തേങ്ങ ഇതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്യും. അതുപോലെ നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ശർക്കര പാനിയും അതുപോലെ നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളവും കൂടാണ് ഇതിനകത്ത് ചേർത്ത് ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബാക്കി വന്ന അരിപ്പൊടിയും അത് നനയാനുള്ള ബാക്കി ഇരുന്ന നമ്മുടെ ശർക്കര പാനിയോട് ഒഴിച്ച് തേങ്ങയും ഇട്ട് മിക്സ് ചെയ്യുക. ചുക്കും ഏലക്കായും ഫൈനായിട്ട് പൊടിച്ചത് ആവശ്യത്തിന് നമ്മൾ ഇടുക. എന്നിട്ട് നമ്മളിത് ഇന്നിപ്പോൾ ഈവനിങ് ആണ് ചെയ്യുന്നത്. ഈ സാധനം നമ്മൾ നാളത്തേന് പൊങ്ങാൻ വെക്കും. അതായത് ഒരു 6 മണിക്കൂർ വേണം ഇത് നല്ലവണ്ണം സോഫ്റ്റായി വരാൻ. അത് നമ്മൾ അടച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് നാളെ രാവിലെയാണ് ഇനി എടുക്കുന്നത്. പിറ്റേന്ന് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുടെ ഇതിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇച്ചിരി പൊങ്ങിയിട്ടുമുണ്ട്. നമ്മൾ വയനയില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയതാണ്. വയനയില കുമ്പിൾ കുത്തി അതിലോട്ട് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. ഈ ടൈമിൽ നമ്മൾ അപ്പച്ചമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ വിഷുവിനാണ് കൂടുതലായിട്ടും കോട്ടയംകാരൊക്കെ ഉണ്ടാക്കുന്നത്. കുമ്പിൾ കുത്തി വെച്ചിരുന്നത് ഓരോന്നായിട്ട് അപ്പച്ചമ്പിൽ ആവി വന്നു കഴിയുമ്പോൾ അടുക്കി വെക്കും. അടുക്കി വെക്കുന്നത് എല്ലാ സൈഡിലും ആവി വരാൻ വേണ്ടിയാണ് നമ്മൾ നല്ലവണ്ണം അടുക്കി വെക്കുന്നത്. നമ്മളിത് ഫില്ല് ചെയ്ത് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് നല്ലവണ്ണം ആവി കയറ്റിയെടുക്കണം. ഈ ആവി കയറ്റിയെടുത്ത് 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഈ ഇലയുടെ കളറ് മാറിയിട്ടുണ്ടാവും. അതുപോലെ കുമ്പിള് ഇലയിൽ നിന്ന് നല്ലവണ്ണം വിട്ടു വരുന്നതാണ് പാകം. നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.